Now, it's a presentation by Dr. V.P. Philip. It is about the tribute to departed souls. ദൈവനാമത്തിൽ ഏവർക്കും വന്ദനം. 2 തിമോത്തി 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നല്ല പേർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ജീവന്റെ കിരീടം ഞാൻ നിനക്കായി തരും. നിത്യതയിൽ എടുക്കപ്പെട്ടവരുടെ ലിസ്റ്റാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ശ്രീമതി പൊടിയമ്മാമ, സണ്ണിച്ചായൻ അവറാച്ചായൻ്റെ മകൻ, സണ്ണിച്ചായൻ്റെ വൈഫാണ്. വരിക്കോൽത്തറ കളയിൽ വെട്ടിക്കോട് 14/5/23 നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. രണ്ടാമതായി ശ്രീ മോൻസി മാത്യു ജോൺ, നമ്മുടെ ജോൺ പട്ടശ്ശേരി ജെസി വില്ല ജോണിച്ചായൻ്റെ മകൻ, 2/7/23 നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. മൂന്നാമതായിട്ട് ഫാദർ ജോസ് വർഗീസ്, ഗ്രേസിക്കുട്ടി അമ്മാമ്മയുടെ മകൻ, അതായത് ടി.ഡി. തോമസ് അപ്പച്ചൻ്റെ മകളുടെ മകൻ, മെഴുവേലി നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടത് 7/7/2020. അടുത്തത് റെക്സ് വർഗീസ്, നമ്മുടെ രാജച്ചാൻ ശാന്തോൻ ചായൻ്റെ മകൻ, 15/12/23 നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീടായിട്ട് പ്രൊഫസർ ഡോക്ടർ ബെന്നി തോമസ്, കണ്ണമ്മാമയുടെ മകൻ, ടി.ഡി. തോമസ് അപ്പച്ചൻ്റെ മകളുടെ മകൻ, 23/1/24 നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. അടുത്തതായിട്ട് ശ്രീമതി ജോളിയമ്മ കുഞ്ഞുഞ്ഞി, 57 വയസ്സ്, മത്തായി അപ്പച്ചൻ്റെ മകൾ, 17/2/24 നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടുള്ള മെമ്പേഴ്സ്: ശ്രീ സക്രിയ കെ ഫിലിപ്പ്, 60 വയസ്സ്, നമ്മുടെ മണി അച്ചകുഞ്ഞിൻ്റെ ബ്രദറാണ്, 20/5/23 നിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടതാണ്. അടുത്തത് കുഞ്ഞുഞ്ഞമ്മ കെ ഫിലിപ്പ്, 93 വയസ്സ്, മണി അച്ചകുഞ്ഞിൻ്റെ ശ്രീമതി മണി അച്ചകുഞ്ഞിൻ്റെ അമ്മയാണ്, അതായത് അച്ചകുച്ചായൻ്റെ മദറിന്. വരിക്കോൽത്തറയിൽ കൊച്ചുപറമ്പിൽ കായംകുളം, 24/6/23 നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടതാണ്. പിന്നീടായിട്ട് ശ്രീമതി ആലീസ് മാത്യു, 90 വയസ്സ്, മദർ ലോ ഓഫ് പ്രസാദ്, പാപ്പച്ചായൻ്റെ മകൻ, വാഴപ്പുഴയത്ത് മാവേലിക്കര, 20/4/24 നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് ശ്രീ പി.ഡി. പാപ്പച്ചൻ, അതായത് രാജു ചാലിൽ, ബ്രദർ ലോ ഓഫ് മിസ്റ്റർ രാജു ചാലിൽ, ചിന്നമാമ ചാലിൻ്റെ മകൻ്റെ സൺ ഓഫ് ചിന്നമാമ ചാലിൽ, രാജു ചാലിനോട്, കോഴിക്കോട് കരുനാഗപ്പള്ളി, 26/4/24 നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടതാണ്. ഇവരുടെ ഈ പരേതരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി അച്ചകുച്ചായൻ 2 വാക്ക് പ്രാർത്ഥിക്കുന്നതായിരുന്നു. താങ്ക് യു ഡോക്ടർ V.P. ഫിലിപ്പ്. വിഷ്വൽസോടുകൂടി പ്രസൻറ്റേഷൻ നടത്തിയതിന് നന്ദി അറിയിക്കുന്നു. ശ്രീമാൻ വർഗീസ് വി ജോൺ ഇപ്പോൾ സന്തപ്ത കുടുംബാംഗങ്ങളായി ഓർത്തുകൊണ്ടും പരേതാത്മാക്കൾക്ക് നിത്യസാന്നിധ്യം നേർന്നുകൊണ്ടും പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ,
ദൈവത്തിനാമത്തിനുണ്ടായിരിക്കട്ടെ. പരിക്കുലത്തര കുടുംബമായിട്ട് ഇവിടെ കടന്നു വരുവാനും വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നെ ഇടയാക്കിയതിനായി നമുക്ക് സ്തോത്രം. തലമുറയായി ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പക്ഷം മനോഹരമായ ഒരു പ്രഭാതങ്ങൾ കണ്ട് ഉണരുവാൻ കണ്ണ് ദൈവം സഹായിച്ചതിനായ സ്തോത്രം. എത്രയോ ആൾക്കാർ കർത്താവെ ഈ പ്രഭാതം കാണാതെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. ഞങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തിനായ ഞാൻ സ്തുതിക്കുന്നു. ഞങ്ങളിൽ നിന്ന് വേർപെട്ട പലരുണ്ടാണ്. അവരെല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സിൽ വരുന്നവനെ രക്ഷിക്കുന്നു എന്ന് വായിച്ചിട്ടുണ്ടല്ലോ. ഹൃദയം നുറുങ്ങുമ്പോൾ അങ്ങപ്പച്ച അവർക്ക് വേണ്ടി സമാധാനം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനയാൽ ഭാരത്താൽ പ്രയാസത്താൽ കഴിയുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ. അനാഥരുള്ള വിധവമാരുണ്ടല്ലോ. അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. താവി അവരെ കൃപയിൽ വഴി നടത്തിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന പലരുണ്ടല്ലോ. പ്രത്യേകിച്ച് മോൻ ചൈനയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, മോഹമ്മനെ മാമയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ലീലമാമയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പൊന്നമ്മാമയും അത് ഹലിയ കുഞ്ഞോൾ മാമയും കടമനാട്ടെ ചാമൽ ചൈന എല്ലാവരെയും ഒട്ടക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. താവി അവരെ ഹലിയ വാർദ്ധക്യത്തിൽ അതുപോലെ ഡോക്ടർ ജോർജ് വർഗീസ് അവരെല്ലാവരും ഏൽപ്പിക്കുന്നു. കർത്താവെ വാർദ്ധക്യത്തിൽ നല്ല പോലെ കായ്പാൻ്റെ കടന്നയും വഴിയാക്കണമേ. ഭാരത്തോട് പ്രയാസത്തോട് കഴിയുന്ന ഓരോ മക്കളുണ്ടല്ലോ, അവരെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങണം. കർത്താവെ പാരപ്പെടുന്ന എൻ്റെ മക്കളെ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ആദ്യത്തെ നിശ്ചയമാണുള്ള പ്രത്യാശ അവർക്ക് നൽകൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അനാഥരെയും വിധമാരെയും കാത്തു സൂക്ഷിക്കാതെ അല്ലെങ്കിൽ അവിടുത്തെ കൃപയിൽ പൊതിയണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം കൊണ്ടാടുന്ന മക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. താവേ അല്ലെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടല്ലോ, അവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സദസ്സിലായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താഴെ ഒരിക്കൽ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. സഹോദരങ്ങളൊത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം എത്ര മനകരെന്ന് പറഞ്ഞു നാഥ. സഹോദരങ്ങളെല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വസിക്കുവാൻ താഴെ ഐക്യത്തോടും മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ബോബൻ സക്രിയയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ധവന ഐസിയിലായിരിക്കുന്നല്ലോ, കർത്താവ് എത്രയും വേഗം വചനം വഹിച്ച് വിടുതൽ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ കൃപയിൽ പൊതിയണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകല യേശുക്രിസ്തുവിൻ നാമത്തിൽ ആ. താങ്ക് യു മിസ്റ്റർ വർഗീസ് വി ജോൺ. അരിക്കുളത്തറയിൽ കുടുംബയോഗത്തിൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി പ്രിയ സഹോദരൻ സണ്ണി വി ജോർജിനെ ക്ഷണിക്കുന്നു. അരിക്കുളത്തറയിൽ കുടുംബയോഗത്തിൻ്റെ 2023-24 പ്രവർത്തന റിപ്പോർട്ട്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കിയ പൂർവികരുടെ പിൻതലമുറക്കാർ രൂപം കൊടുത്ത പരിക്കോട്ടൽ കുടുംബയോഗം അതിൻ്റെ 19ാം വാർഷികത്തിൽ എത്തി നിൽക്കുന്നു. കരുണാമയനായ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് 18ാമത് വാർഷിക പൊതുയോഗത്തിൻ്റെ റിപ്പോർട്ടും 2023-24 പ്രവർത്തന റിപ്പോർട്ടും സഭയും സമർപ്പിക്കുന്നു. 18ാമത് വാർഷിക പൊതുയോഗം 2023 മെയ് മാസം 1-ാം തീയതി കറ്റാനം കേക്ക് വേൾഡ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. രാവിലെ 10 മണിക്ക് ഇന്നയോളം തുണച്ചോനെ എന്ന പാട്ടോടെയും പ്രാരംഭ പ്രാർത്ഥനയോടെയും യോഗം ആരംഭിച്ചു. മിസ്റ്റർ കെ ഐ ജോൺ യോഗം കോമ്പിയർ ചെയ്തു. മിസസ് ലവ്ലി തോമസ് ബൈബിൾ റീഡിംഗ് നടത്തി. മിസ്റ്റർ എബ്രഹാം വിൽസൺ വൈസ് പ്രസിഡന്റ് വി കെ വായി യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ സജീവ് ഫിലിപ്പ് അധ്യക്ഷ പ്രസംഗം നടത്തി. റിപ്പോർട്ട് വർഷത്തിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവരുടെ വിശദാംശങ്ങൾ ഡോക്ടർ വി പി ഫിലിപ്പ് അവതരിപ്പിച്ചു. മിസ്റ്റർ വർഗീസ് വി ജോൺ കുടുംബാംഗങ്ങളുടെ ആശ്വാസനായി പ്രാർത്ഥിച്ചു. തുടർന്ന് സെക്രട്ടറി വാർഷിക റിപ്പോർട്ടും കണക്കും വായിച്ചു. യോഗം പാസാക്കി. റവറൻ ലെവിൻ കോശി മല്ലശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ച് കുടുംബയോഗ സന്ദേശം നൽകി. ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്
നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കുവാനാണെന്നും ദൈവത്തെ കാണണമെങ്കിൽ സ്വന്തം നമ്മുടെ ചുറ്റിനും നോക്കിയാൽ മതി. ദൈവം തന്റെ സ്വന്തം സാഹചര്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ ചെറിയൊരുത്തൽ ചെയ്യുന്നത് ദൈവത്തിന് ഉള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തന മേഖലയിലും ഉന്നത നേട്ടങ്ങൾ കരസ്ഥമാക്കിയ അംഗങ്ങളെ ആദരിച്ചു. മിസ്റ്റർ റെഞ്ചി ഫിലിപ്പ് പേരുകൾ അനൗൺസ് ചെയ്തു, അവരെ അഭിനന്ദിച്ചു. ഡോക്ടർ ജോർജ് വർഗീസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ വാർഷികത്തിന് മാറ്റുകൂട്ടി വിദൂര സ്ഥലങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങൾ എത്തിയെന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു. 60 പരം അംഗങ്ങൾ പങ്കെടുത്തു. ട്രഷറർ സ്ഥാനത്തേക്കുള്ള ഒഴിവിലേക്ക് മിസസ് ലവ്ലി തോമസിനെ തിരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് ശേഷം 2 മണിയോടെ യോഗം അവസാനിച്ചു. കോട്ടേജ് പ്രയർ 2023-24 വിവിധ ഭവനങ്ങളിൽ വെച്ച് പ്രാർത്ഥന നടത്തിയുണ്ടായി. 23/7/23 റവറൻഡ് ഫാദർ വർഗീസ് ദേവനയുടെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന നടന്നു. ഡോക്ടർ സജി ഫിലിപ്പ് ദൈവത്തിൽ നിന്ന് സംസാരിച്ചു. 28/23 സണ്ണി വി ജോർജിന്റെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന നടന്നു. വർഗീസ് ദേവനേശൻ ദൈവത്തിൽ നിന്ന് സംസാരിച്ചു. 10/9/23 മിസ്റ്റർ കെ ജോണിന്റെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന നടന്നു. പ്രൊഫസർ AVT തിരുവല്ല സന്ദേശം നൽകി. 14/4/23 മിസ്റ്റർ രാജൻ വർഗീസിന്റെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന നടന്നു. റവറൻഡ് ഫാദർ വർഗീസ് തിരുവല്ല സന്ദേശം നൽകി. മെഡിക്കൽ എയ്ഡ് നമ്മുടെ കുടുംബത്തിലെ ഒരെണ്ണത്തിന് വൈദ്യസഹായം നൽകുവാനായി കുടുംബാംഗങ്ങൾ സഹകരിച്ചു. 25,000 രൂപ 2024 ജാനുവരിയിൽ നൽകി. ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവർ അത് വിശദമായിട്ട് നമ്മളെ കാണുകയുണ്ടായി. അതിനകത്ത് ഒരു ഡേറ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ശ്രീ റെക്സ് വർഗീസ് സൺ ഓഫ് രാജൻ വർഗീസ് 12/12/23 ടൈപ്പിംഗ് എററാണ്. സോറി. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മീഡിയ മാനേജ്മെന്റ് കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന വിവരങ്ങളും അറിയിക്കുന്നതിനും ബർത്ത്ഡേ, വിവാഹവാർഷികം, മറ്റു പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്നിവയ്ക്ക് പരസ്പരം ആശംസകൾ അറിയിക്കുവാനും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വളരെയധികം പ്രയോജനപ്പെടുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന ശ്രീ റെഞ്ചി ഫിലിപ്പിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഗ്രൂപ്പ് അഡ്മിനെ അറിയിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെബ്സൈറ്റ് പരിക്കോട്ടര കുടുംബയോഗത്തിന്റെ മനോഹരമായ വെബ്സൈറ്റ് www.vky.org എന്ന ഏറ്റവും ഭംഗിയായി അത് മാനേജ് ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് ഡോക്ടർ സജി ഫിലിപ്പിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്പെഷ്യൽ അച്ചീവ്മെന്റ്സ് നമ്മുടെ കുടുംബാംഗങ്ങൾ ഉയർന്ന വിജയം നേടുകയും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളുന്നു. വിജയങ്ങൾ നേടുമ്പോൾ അത് കുടുംബത്തെ അറിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 2023-24 നമുക്ക് ലഭ്യമായ ഉന്നത വിജയങ്ങൾ: 1. റിച്ചു റീച്ചൽ ജോർജ്, ഡോട്ടർ-ഇൻ-ലോ ഓഫ് മിസ്റ്റർ കെ ജോൺ കൈമൂട്ടിൽ, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം മാസേ യൂണിവേഴ്സിറ്റി. 2. ഡോക്ടർ സച്ചിൻ സജി വർഗീസ്, സൺ ഓഫ് സജി ആന്റണി വരിക്കുൾത്തറയിൽ, MBBS ഫ്രം മിക്താർ ഘോഷ്, അർമേനിയൻ റഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. ശീതൾ എലിസബത്ത് ഷാജി, MBA ഫ്രം IIM ഉദയ്പൂർ. അഡോൺ വിൽസൺ എബ്രഹാം, സൺ ഓഫ് എബ്രാൻ വിൽസൺ ആൻഡ് ജി, taken BBF in 2021. Abigail Sarah Abraham passed 10th with high marks in 2022. ഇത്രയും പേരെ മാത്രമേ നമുക്കിവിടെ അംഗങ്ങളെ അറിയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഉന്നത വിജയങ്ങൾ നേടുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കുവാനായിട്ട് ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. പ്രത്യേക പരാമർശം: സാഹിത്യ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്ന നമ്മുടെ അംഗങ്ങളായ മിസ്റ്റർ കെ ജോൺ, മിസ്റ്റർ അലക്സ് വള്ളികുന്നം എന്നിവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം അനുഭവിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബയോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്നിവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പൊതുയോഗത്തിന്റെ അംഗീകാരത്തിനായി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. റിപ്പോർട്ട് നമുക്ക് പാസ്സാക്കാമല്ലോ. പാസ്സാക്കാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ നോക്കാം.
Thank you, Secretary. The report is passed and seconded. ഇപ്പോൾ നമ്മുടെ സെറിൽ വിൽസന്റെ മകൾ ഏഞ്ചൽ ഒരു ഗാനം ആലപിക്കുന്നതാണ്. ഏഞ്ചലിനെ ക്ഷണിക്കുന്നു. Thank you very much, Angel, for your angel voice. The song was very sweet and lovely. Thank you. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ വാർഷിക കണക്ക് അവതരിപ്പിക്കുന്നതിനായി ട്രഷറർ ശ്രീമതി ലവ്ലി തോമസിനെ ക്ഷണിക്കുന്നു. Good morning to all. Summary of accounts from 24 April 2023 to 25 April 2024. Income, opening balance by FD 35,000, cash in bank 41,356.35, annual meat collection 67,700, special donation from Binoy, New York 25,000, medical aid special collection 25,002.19, interest from bank 1,751, total 1,95,809.54. Any expense, annual meat expense 43,630, memento and wreath 4,700, bank charges 5.5, medical aid 25,000, advance for 19th BKY annual meet 5,000, cash in bank
76,604.04, ബൈ FD 35,000, ക്യാഷ് ഇൻ ഹാൻഡ് 3,142, അഡ്വാൻസ് ഫ്രം ട്രഷറർ റീപെയ്ഡ് 2,728. ടോട്ടൽ 1,95,809.54. ആകെ വരവ് 1,95,809.54. ആകെ ചെലവ് 81,063.5. നീക്കി ബാക്കി 1,14,746.04. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാം. ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ പറയാം. കണക്ക്, വാർഷിക കണക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് പാസ്സാക്കേണ്ടിയിരിക്കുന്നു. പാസ്സാക്കുന്നതിനായി ആർക്കെങ്കിലും പ്രപ്പോസ് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേരെഴുതി വെക്കണം. സണ്ണി പ്രപ്പോസ്. ഒരാൾ സെക്കൻഡ് ചെയ്യണം. പൊതുയോഗത്തിൽ നിന്ന് ഒരാൾ കണക്ക് പാസ്സാക്കുന്നത് സെക്കൻഡ് ചെയ്യണം. രാജു ചാലി. താങ്ക് യു ട്രഷറർ. താങ്ക് യു വെരി മച്ച്. പ്രസിഡന്റിൻ്റെ ആവശ്യപ്രകാരം ഇന്നിവിടെ യോഗത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും പരിചയപ്പെടുവാനുള്ള സമയമാണിത്. ഞാൻ സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊന്ന് സ്റ്റേജിലുള്ളവർ ഞാൻ തന്നെ പരിചയപ്പെടുത്താറില്ല. തഴവായിലെ മാവിയുടെ മകൻ ഡോക്ടർ G. പാപ്പച്ചൻ ചക്കുവള്ളി നിങ്ങൾക്കറിയാമായിരിക്കും, നിത്യതയിലായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഫാദർ എടവന വർഗീസ് എടവന. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ശ്രീ EP ജോൺസൺ. പിന്നെ സൂരജത്തിനെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായില്ല. വാഴപ്പിളയത്തെ മാവിയുടെ കൊച്ചുമകള് രമണി മാമ തഴവായിലുള്ള രമണി മാമയുടെ തമ്പിച്ചാൻ്റെ സണ്ണിലോ കൂടിയാണ് റവറൻ ഫാദർ സൂരജ് മത്തായി. ഞാൻ ഡോക്ടർ സജി ഫിലിപ്പ്, ഡോക്ടർ VV ഫിലിപ്പിൻ്റെ ഏറ്റവും ഇളയ മകൻ. അത്രയും മതിയോ സൂരജച്ച? എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ പേര് ഏബ്രഹാം വിൽസൺ എന്നാണ്. അരിക്കുളത്തറയിലെ സക്കറിയ അപ്പച്ചൻ്റെ രണ്ടാമത്തെ മകനായ വിൽസൺ സക്കറിയയുടെ രണ്ടാമത്തെ മകൻ. വാഴപ്പിളയത്തെ ഇപ്പോൾ പറഞ്ഞ മാവിയുടെ മകൻ PM ജോർജിൻ്റെ മകൻ സണ്ണി V. ജോർജ്. എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ രമണി വന്നിട്ടുണ്ട്. രമണിയുടെ മകൾ സുരേഷൻ്റെ വൈഫ് ബേബി, കുഞ്ഞുങ്ങൾ രണ്ടുപേരും നീന്തല് അന്യൂസ് തമ്പിച്ചാൻ രമണിയുടെ ഹസ്ബൻഡ് തമ്പിച്ചാനാണ്. ഓക്കെ, ഞാൻ ബാക്കിയുള്ള ഡോക്ടർ സജി ഫിലിപ്പിൻ്റെ വൈഫെന്ന് പറഞ്ഞ് മാത്രം നടത്തിയാൽ പോലെ. ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ പ്രഥമ വനിതയാണ് പ്രസിഡന്റിൻ്റെ ഭാര്യ. ചാലി രായച്ചാലിൻ്റെ ഭാര്യയും മകളും എത്തിയിട്ടുണ്ട്. എഴുന്നേറ്റ് നിൽക്കും. ഇവിടെ അത് കഴിഞ്ഞു, ഇരുന്നോളൂ. രാജു എഴുന്നേറ്റ് നിൽക്കും. ചാലി ചിന്നച്ചമ്മ, കോഴിക്കോട് ചിന്നച്ചമ്മയുടെ മകൻ രാജു, ഏക മകൻ രാജു. ഇതെൻ്റെ ഏക ഭാര്യ ശാന്തമ്മ. 100 രൂപയാണ്
മാവേലിക്കര കുഞ്ഞോട്ടിയുടെ രണ്ടാമത്തെ മകനാണ് സാബി. മാമയുടെ മരുമോളാണ്, ഇളയ മോൻ്റെ വൈഫും കുഞ്ഞുങ്ങളുമാണ്. ഞാൻ വർഗീസ് വി ജോൺ, ടി ഡി ജോണിൻ്റെ മകൻ. എൻ്റെ ഭാര്യ മണി വർഗീസ്. ഞാൻ രാജൻ വർഗീസ്, എൻ്റെ ഭാര്യ ആനി വർഗീസ്. ഞാൻ വലിയകുളിക്കരയിൽ സജി വർഗീസിൻ്റെ വൈഫാണ്. എൻ്റെ പേര് റെനി സജി. ഹസ്ബൻഡ് സ്ഥലത്ത് മകൻ സജി സജി വർഗീസ്. ബേബിച്ചാൻ്റെ സഹധർമ്മിണി നമ്മുടെ ഓമനമ്മ ഒന്ന് എഴുതിയിരുന്നിട്ട് വളരെ സീനിയർ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ മകൻ സജിയുടെ വൈഫാണ് റെനി. ഇപ്പോൾ എഴുന്നേറ്റിരുന്നത് കൊച്ചുമകന് ഡോക്ടർ സച്ചിൻ. താങ്ക് യു. മാവിയുടെ മോളും കൊച്ചുമോളും റോസമ്മയുടെ ഭർത്താവ് മോഹന്. സന്യസാറിൻ്റെ നമ്മുടെ സെക്രട്ടറിയുടെ പത്നി പരിചയപ്പെട്ടു കഴിഞ്ഞു, ആനി. കോശിയുടെ തമ്മിച്ചൻ്റെ ലാലമ്മ. എൻ്റെ മോള് സൂസൻ, വിനുവിൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങളുമാണ് വന്നിട്ടുള്ളത്. ആ തമ്പിച്ചാൻ്റെ ഒരു ബ്രദറായിരുന്നു ജോണിച്ചാൻ എന്ന് പറയും. ജോണിച്ചാൻ്റെ മകനാണ് മരിച്ചു പോയത്, മോൻസി. മോൻസിയുടെ വൈഫ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. വരിക്കോരക്കരയിൽ മത്തായി അപ്പച്ചൻ്റെ മകൻ ബേബിയുടെ മകളാണ് ഞാൻ. എൻ്റെ കൊച്ചുമക്കളാണ് ഇത്. എൻ്റെ മകൻ, എൻ്റെ ആങ്ങളുടെ ഭാര്യയാണിത്. അവൻ്റെ മകനാണ് ഈ ഇരിക്കുന്നത്. റവറൻഡ് ഫാദർ വർഗീസ് ഇടവകയുടെ പറഞ്ഞായിരുന്നു. മണിയാൻ്റെയുടെ മകള്, അതായത് തമ്പി ഡോക്ടർ ഡി പി ഫിലിപ്പിൻ്റെ സഹധർമ്മിണി മണി ആൻ്റി, പിന്നെ മകള് ഡിംപിള് ആണ് എഴുതുന്നത് ഇപ്പോൾ. ഓക്കെ. ഞാൻ വലിയകുളിക്കരയിലെ ജോണിച്ചായൻ്റെ രണ്ടാമത്തെ മകൻ എബ്രഹാം വിൽസന്റെ വൈഫ് ജിജി എബ്രഹാം. ഞങ്ങൾക്ക് 2 മക്കളാണ്, അഡോൺ ആൻഡ് അബിഗിൽ. ആ മോളാണ് ഇപ്പോൾ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പാട്ട് പാടിയത്. ഇവർ ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ സീനിയർ പ്രവർത്തകൻ കൂടിയാണ് എബ്രഹാം വിൽസൺ. ഞാൻ നേരത്തെ പരിചയപ്പെട്ട ഓമന സക്രിയയുടെ മൂത്ത മകൻ വിജി സക്രിയയുടെ വൈഫ് ജെസി. എൻ്റെ മകൻ നിഖിൽ, മകൾ നിഹിത, ചെറിയ മോനുണ്ട് നീതൻ. ജെസി ഹോമിയോ ഡോക്ടർ കൂടിയാണ്, വിജി സക്രിയയുടെ സഹധർമ്മിണി. ആക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിച്ച് തന്നതിൽ വളരെ നന്ദി രഞ്ജിച്ചാൽ. ഞാൻ മാവേലിക്കര വാഴപ്പഴത്തെ വീട്ടില് പാപ്പച്ചായൻ്റെ മകൻ ജേക്കബ് വർഗീസ് പ്രസാദ് എന്നാണ് വീട്ടിൽ അറിയപ്പെടുന്നത്. പ്രസാദാനെ പലരും കണ്ടു കാണത്തില്ല. മാവേലിക്കര നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. റെസിഡൻഷ്യൽ കോളേജിൻ്റെ പ്രൊഫസറും കൂടിയാണ്. ഞാൻ തമ്പാൻ സക്രിയയുടെ മകനായ ബോബൻ സക്രിയയുടെ മൂത്ത മകനാണ് നിതിൻ. ഞങ്ങൾ 3 പേരാണ്. അത് എഴുന്നേറ്റ് തന്നോ? 3 പേരെ എഴുന്നേറ്റ് തന്നോ? ഏറ്റവും ഇളയ ആളാണ് നിവിൻ. രണ്ടാമത്തെ ആളുടെ കുഞ്ഞുമായിട്ട് പുറത്തു.
എൻ്റെ വൈഫാണ് ടിബി. ഇത് ഇളയാണ് എലീസ. ഒരാളുണ്ട് ഈവ. പണ്ട് കഴിഞ്ഞ വർഷം നല്ല മനോഹരമായ ഡാൻസ് അവർ രണ്ടുപേരും സ്റ്റേജിൽ കളിച്ച് ഇപ്പോഴും ഞങ്ങൾ ആ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ പേര് ജോബോയ് ജോർജ്. ഷക്കൂർലി എസ്തേറാമച്ചി മാവിരിക്കുന്ന മാവിയുടെ രണ്ടാമത്തെ മകൻ്റെ മൂത്ത മകനാണ് ഞാൻ. എൻ്റെ കൂടെ എസ്തേറാമച്ചിയുടെ മൂത്ത മകൾ, കട്ടാരമ്പലത്തെ തങ്കമ്മയുടെ മൂത്ത മകൾ കുഞ്ഞുമറിയാമ്മ, ഹസ്ബൻഡ്, മക്കള്, അത്രയും പേര് ഇവിടെ വന്നു. കുഞ്ഞുമാരുടെ സഹോദരിയാണല്ലോ നമ്മുടെ തേവത്തുമണ്ണിൽ അച്ഛൻ്റെ കൊച്ചമ്മ. ആ, തേവത്തുമണ്ണിൽ. അതെ അതെ. ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ സജീവരായിരിക്കും. അത് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് വിൽസൺ ഡാനിയൽ. ഞാൻ ഡാനിയൽ പണിക്കറിന്റെ മകൻ ടി ഡി സക്രിയയുടെ മകൻ ഡാനിയൽ പണിക്കറിന്റെ മകൻ വിൽസൺ ഡാനിയൽ. ഒത്തിരി സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ഞാൻ ബെന്നി ജോർജ്, വാഴപ്പിലേത്തറയിൽ PM ജോർജിന്റെ മകൻ. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞാൻ പന്തളം കുട്ടാമിക്കാൻ്റെ രണ്ടാമത്തെ അനിയത്തി. ഞാൻ തമ്പി GP ഫിലിപ്പ്, DV ഫിലിപ്പിൻ്റെ ഏരിയാമ ഫിലിപ്പിൻ്റെ മകൻ ഫിലിപ്പിൻ്റെ പിറന്നത്. അതെ, എൻ്റെ വൈഫ് മേരി ഫിലിപ്പും ഡിംപിൾ ഫിലിപ്പും. എൻ്റെ പേര് നെയ്തൻ. ശരി. പിന്നെ അഖിൽ നമ്മുടെ സെറിൽ മകനാണ്. പേര് പറഞ്ഞു. എൻ്റെ പേര് അഖിൽ. ഞാൻ മൂത്ത മകനാണ്. മോനെ ഒരു ആക്സിഡൻ്റ് ഒക്കെ വന്ന്